പേരൻസിനെ ധിക്കരിച്ച് കല്യാണം കഴിക്കുന്ന ചില ആളുകളുടെ ഒരു ഗതികേടെ ഞാൻ ഈ അടുത്ത കാലത്ത് അങ്ങനത്തെ ഒരു ആളുമായി സംസാരിക്കാനിടയായി എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്: ഞാൻ എൻ്റെ പേരൻസിനെ ധിക്കരിച്ചുകൊണ്ട് കല്യാണം കഴിച്ചതാണ്, സൗന്ദര്യം മാത്രം കണ്ടുകൊണ്ട് കല്യാണം കഴിച്ചതാണ്. അതിൻ്റെ ഒരു തിക്താനുഭവമാണ് ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പേരൻസ് പ്രത്യേകിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു, നീ ആ കല്യാണം നടത്തരുത്. കാരണം അവർക്ക് ആ മോശപ്പെട്ട ഒരു അഭിപ്രായമാണ് ആ കുടുംബത്തെ സംബന്ധിച്ച് ലഭിച്ചുള്ളത്. അവർക്ക് എന്തോ ഒരു വലിയ മാരക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക രോഗം പാരമ്പര്യമായിട്ടൊണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം ആ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കുകയാണെന്നാണ്. പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിൽ അങ്ങോട്ട് വശംവദനായി ഇനി അങ്ങനത്തെ കുട്ടികളെയൊന്നും കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം എടുത്തു ചാടി എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആ കല്യാണം കഴിച്ചു കൊടുന്ന കുട്ടിക്ക് മാത്രമല്ല ഇപ്പോൾ ഈ രോഗം, മക്കൾക്കും ഈ രോഗം പകരുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പേരൻസ് വർഷങ്ങൾക്ക് മുന്നേ ഈ വ്യക്തിയെ ഉപദേശിച്ചത് ആ കല്യാണം നടത്തണ്ട എന്നുള്ളതും അതിൽ അവരുടെ കുടുംബങ്ങൾക്കൊക്കെ തന്നെ അങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പേരൻസ് നല്ല രീതിയിൽ ഇദ്ദേഹത്തിന് ഉപദേശിച്ചത്. പക്ഷേ അദ്ദേഹം ആ സൗന്ദര്യത്തിൽ മതിമറന്നുകൊണ്ട് തന്നെ അത് തന്നെ മതി എന്ന് നിർബന്ധം പിടിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ മനസ്സമാധാനമില്ലാത്തൊരവസ്ഥ എന്നുള്ളതാണ്. മക്കൾക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഒക്കെ തന്നെ ഈ തരത്തിലുള്ള ഒരു മാനസിക രോഗമായി മുന്നോട്ട് പോകുന്നുള്ളതാണ്. ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒന്ന് ചിന്തിച്ച് പെരുമാറിയിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടുമായിരുന്നില്ല എന്നുള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് കാരണവന്മാരുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ പാരൻസിൻ്റെ ബന്ധുക്കളുടെയൊക്കെ ചില അഭിപ്രായങ്ങൾ വളരെ വിലയുള്ളതാണ്. അതിനെ അവഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പിന്നീട് ഭാവിയിൽ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിപ്പെടുമെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ട ഒരു വ്യക്തിയെ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിച്ചത്.